ഇനി നമുക്ക് ഒരു ഡയലോഗ് സെഷനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മനു എസ് പിള്ളയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വല്ലാത്ത പഹയൻ വിനോദ് നാരായണൻ, അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഡയലോഗാണ്. വിഷയം ഹിസ്റ്ററി ആൻഡ് മെമ്മറി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ വായിച്ചെടുക്കുന്നത് എന്നതാണ് വിഷയം. ചരിത്രമെന്ന് പറയുന്നത് പണ്ടുകാലത്തെ നിയമവാഴ്ചകളെയോ ജീവിത രീതികളെയോ നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ച് തരുന്ന കാര്യങ്ങളാണ്. എല്ലായ്പ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. അത് MGS നാരായണൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് വസ്തുനിഷ്ഠാപരമാണോ അതോ ആത്മനിഷ്ഠാപരമാണോ? ഏതർ ഇറ്റ് ഇസ് സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ്. അതൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ നടത്തിയിട്ടുള്ള യാത്രകൾ, പഠനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ചില ഫിലോസഫി, അതിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ചരിത്രം മാറുമോ? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നീതിയുക്തമായ ചരിത്രം കിട്ടുന്നത്? അതോ ചരിത്രം ചിലപ്പോഴെങ്കിലും സത്യത്തെ വിഴുങ്ങുന്ന ഒരു സർപ്പമാണോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൾവേസ് വി ആസ്ക്. പക്ഷേ ഡോക്ടർ മനു എസ് പിള്ളയുടെ ചരിത്രമെഴുത്ത് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ്. അപ്പോൾ കഥകളിലൂടെ ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ ആസ്വാദകരിലേക്ക് എത്തിക്കാനും കുറച്ചുകൂടെ ചരിത്രം നമുക്ക് പഠിക്കുവാനുമായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 19-ാം ശതകത്തിൻ്റെ മധ്യഭാഗത്ത് ഭൗതികമായ ഒരു ചരിത്രബോധവും നമുക്ക് തന്നത് അത് കാറൽ മാർക്സ് ആണ്. അദ്ദേഹമാണ് ഭൗതികമായ ചരിത്രം. അതേസമയം യവന സംസ്കാരത്തിൽ അത് ആത്മീയമായ ഒരു ചരിത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ചരിത്രം നമ്മൾ പഠിച്ച് വരികയാണ്. അപ്പോൾ മനു എസ് പിള്ള എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ അതിലൊരു നാഴികക്കല്ലായിട്ട് നിൽക്കുന്നു നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നതിൽ. ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട്, വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ ചരിത്രമെന്ന് പറയുന്നത് ഭൂതകാലത്തെപ്പറ്റി ഓർക്കുന്നതല്ല, മറിച്ച് ആപത്കരമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സന്തോഷമായ സുന്ദരമായ ഓർമ്മകളെ എത്തിപ്പിടിക്കലാണ്. ഇന്നത്തെ വർത്തമാനകാലത്തിൽ നമുക്കങ്ങനെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? വാട്ട് ദ ഹിസ്റ്ററി ഷോയിങ് അസ്, വി കൻ ഡു ഇറ്റ്, we can do better, but the past shows us how they did it, but the future is up to us how we are going to do it. So welcome Dr. Manu S Pillai and Vinod Narayan. How many people don't understand Malayalam? 3. അപ്പോൾ 4 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ ഒന്നാണെങ്കിൽ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. So thanks, Manu, Chicago വന്നതിന്, ഇവിടെ വന്നതിന്, and to talk to us. So normally when we talk about an author, you talk about the books they have written. But whenever I think about you, it's about what you're going to write next. And memory, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മിക്കാൻ പറ്റാത്തതുകൊണ്ട് I'll just keep it there. So much for memory. Yeah, so much memory. Can you even remember the past that you have not lived through? Because ഞാനിപ്പം ഹിസ്റ്ററിനെ പറ്റി നോക്കുമ്പം, മെമ്മറിനെ പറ്റി നോക്കുമ്പം, the events that has happened during my lifetime, probably emergency, Indira Gandhi's assassination, the riots after that, opening up of the economy, and all these things, I've lived through it, I've read through it, at current times I've gone through it. But I've also read the histories or narratives of that. But when you talk about Second World War or you talk about independence, is that even memory? Because I've never been there at that time, right? So how is it even that memory and history can come together? Because 50 years is all I can remember, not more than that. ഈ സംസാരത്തിൽ വിൽ മിക്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, പാർട്ട്ലി ബിക്കോസ് ഇവിടുത്തെ മലയാളത്തിൻ്റെ ക്വാളിറ്റി വളരെ ഹൈ ആണ്. എൻ്റെ മലയാളം അത്രയും എടുത്താൽ പൊങ്ങാത്ത മലയാളമൊന്നും അല്ല. അപ്പം മുമ്പ് തന്നെ വെൻ ഹരീഷ് സർ വാസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ്, ഈ വിമർശനം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, നിരൂപണം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ വിചാരിക്കും ചെയ്തു ഇതെന്താ ഇവർ പറയുന്നത്. പിന്നെ ഹരീഷ് സർ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ മനസ്സിലായി കാര്യം എന്താണെന്ന്. അതുപോലെ ഐ വാസ് അറ്റ് എൻ ഇവൻറ്റ് ഇൻ ദി UK. അവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്തിൻ്റെയോ അഗ്രഗണ്യനാണെന്ന്. എനിക്ക് again I had no idea what this meant, and then when I went up on stage I kept saying agrigonen because I had no idea what ഇല്ലാത്തൊരു വാക്ക് ഉണ്ടാക്കി ആ സ്ഥലത്തിരുന്നുകൊണ്ട്. But anyway, coming to your question, ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ ഏർലി 19th centuryയിൽ ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരും മഹാരാഷ്ട്രയിലെ പേഷ്വയും തമ്മിലുള്ളത്. ബാറ്റിൽ ഓഫ് ഭീമ കോരേഗാവ് എന്നാണ് പറയുന്നതിന്. ആ അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ്. അത് നടന്ന വർഷം, നടന്ന ഡീറ്റെയിൽസ്, അതിൻ്റെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ദ വേ ദ സെയിം ഇവൻറ്റ് ഇസ് റിമെമ്പേർഡ്, അവിടെയാണ് ഈ മെമ്മറി എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. മെമ്മറിയും ഹിസ്റ്ററിയും പോളർ ഓപ്പോസിറ്റ്സ് അല്ല, ഓവർലാപ്പിംഗ് ഇൻഫ്ലുവൻസസ് ആണ്. അപ്പം
ബ്രിട്ടീഷ് ഒരു കാഴ്ചപ്പാടിൽ കൂടെ ഇപ്പം മഹാരാഷ്ട്രയിൽ ഒരു നോർമൽ ഒരാളോട് പോയി ചോദിച്ചാൽ അവരുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ച് നോക്കിയാൽ ഒരു ഇന്ത്യൻ റൂളിംഗ് പവറിനെ ഒരു കൊളോണിയൽ ഫോഴ്സ് ഡിഫീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, മഹാരാഷ്ട്രയിലെ ദളിത് കമ്മ്യൂണിറ്റീസ്, അവരതിനെ വേറൊരു രീതിയിലാണ് നോക്കുന്നത്. കാരണം അവർക്ക് ബ്രാഹ്മണനായിട്ടുള്ള പേഷ്വയുടെ സർവീസിൽ സ്ഥാനമില്ല. അപ്പോൾ അത് പേഷ്വയുടെ ആർമിയിൽ അവർക്ക് ഒരു മെമ്പർഷിപ്പ് ഒന്നും പറ്റില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ആർമിയിൽ ദേ വർ അലൗഡ് ടു വർക്ക് എസ് സോൾജേഴ്സ്. അപ്പോൾ അവരതിനെ കാണുന്നത് ദേ വർ ആക്ച്വലി ഓൺ ദ സൈഡ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയിൽ ഒരുപാട് ദളിത് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന പേഷ്വയാണ്. അപ്പം ഒരു കാഴ്ചപ്പാടിൽ കൂടെ ഈ ഇവൻറ്റിൽ ഒരു നാഷണലിസ്റ്റിക് ആയിട്ട് ഇന്ത്യൻ വേഴ്സസ് എ കോളനൈസിങ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ കാണാം. അവർ പക്ഷേ കാണുന്നത് ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ദളിത് ആർമി ഡിഫീറ്റിംഗ് എ ബ്രാഹ്മിൻ റൂളർ എന്നുള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ആംഗിളിൽ കൂടെയാണ് കാണുന്നത്. രണ്ട് കാഴ്ചപ്പാടും രണ്ടിലും സത്യമുണ്ട്. ആൻഡ് ദ ജോലി ഓഫ് എ ഹിസ്റ്റോറിയൻ ഇസ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ബോത്ത് ഓഫ് ദോസ് എലിമെൻറ്റ്സ് ഓഫ് മെമ്മറി. കാരണം മെമ്മറി ഇപ്പം പറഞ്ഞല്ലോ, താങ്കളുടെ ജീവിതത്തിൽ നടന്നത് മാത്രമല്ല മെമ്മറി. മെമ്മറി ഈസ് ഓൾസോ എ കോൺഷ്യസ്നെസ് ദാറ്റ് വി ഇൻഹെറിറ്റ് ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഹിയർ ആൻഡ് നൗ. നമ്മളൊക്കെ ഇപ്പം നമ്മുടെ തന്നെ ഫാമിലീസിലിരുന്നാൽ ഫാമിലീസിനുള്ളിൽ തന്നെ ദർ ആർ സർട്ടൻ ഐഡിയാസ്, ട്രഡീഷൻസ് എക്സെട്ര ദാറ്റ് കം ഡൗൺ ആസ് മെമ്മറി. ഓ, ഇതാണ് നമ്മുടെ ഒരു ബ്രോഡ് പ്ലേസ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ വി ലുക്ക് അറ്റ് ദ പാസ്റ്റ് എന്നുള്ള ഒരു നോഷനുണ്ട്. പക്ഷേ ദാറ്റ് മേ നോട്ട് ആക്ച്വലി ബി ഹിസ്റ്റോറിക്കലി സൗണ്ട് ഓൾ ദ ടൈം. എനിക്ക് തന്നെ, ഞാൻ ഈയിടെയാണ് പറഞ്ഞു തുടങ്ങിയത്, പക്ഷേ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പം ട്രാവൻകോർ റോയൽ ഫാമിലിയുടെ കൗഡിയാർ പാലസിൽ നിന്ന് 5 കോടി രൂപയുടെ ഡെഫമേഷൻ നോട്ടീസ് വന്നു. കാരണം അവരുടെ മെമ്മറി ഓഫ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദെയർ പൊന്നമാവൻസ് ടൈം is not the same when you look at the record. The historical record is giving you a very different picture of, say, a Raja, the last Raja of Travancore. പക്ഷേ അവർക്കത് പൊന്നമ്മാവനാണ്. അവർ പൊന്നമ്മാവൻ എന്നാണ് പറയുന്നത്, ആൻഡ് ഹീ ഈസ് ഇസെൻഷ്യലി എ ലിവിങ് ഗോഡ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് ഇതെന്ന് വെൻ ഐ ബ്രോട്ട് അപ്പ് എ ഹിസ്റ്റോറിക്കൽ ആംഗിൾ ടു ഇറ്റ്, ദാറ്റ് വാസ് ഡെഫമേറ്ററി ടു ദെം, ബിക്കോസ് their memory of that same period and that same person is very different. പക്ഷെ അതിനകത്തും രണ്ടിലും സത്യം കാണാം. ഇൻ ദ സെൻസ് ദാറ്റ് അവർക്ക് അമ്മാവനാണ്, അവരമ്മാവനായിട്ടാണ് കാണുന്നത്. ഞാൻ കാണുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറായിട്ടാണ്. രണ്ടിനും രണ്ട് കാഴ്ചപ്പാടിനും അതിൻ്റേതായ വാലിഡിറ്റിയും ലെജിറ്റിമസിയും ഉണ്ട്. പക്ഷേ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ഹിസ്റ്ററി, യു ഹാവ് ടു വേ ആൻഡ് സീ വിച്ച് ഓഫ് ദീസ് മെമ്മറീസ് ആക്ച്വലി ഹാസ് ഗ്രേറ്റർ വാല്യൂ ആൻഡ് ഗ്രേറ്റർ ഒരു സ്റ്റാൻഡിങ് അപ്പ് ടു റീസൺ. നമ്മളൊരു സ്റ്റഡി ചെയ്ത് പോകുമ്പം which aspects of memory can stand up and survive scrutiny and which ones fold, that is what helps us navigate the slightly tricky territory of memory versus history. അപ്പോൾ അതിലപ്പം നല്ല മെമ്മറിയും ചീത്ത മെമ്മറിയും ഉണ്ടല്ലോ. നമ്മളെല്ലാം മനുഷ്യരല്ലേ, അപ്പം നല്ലതും കാണും മോശവും കാണും. നമ്മുടെ തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ എടുത്താൽ ഗാന്ധിജിയെ പോലെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തന്നെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രോം ദ ടൈം ഹി വാസ് റിലേറ്റീവ്ലി യങ്, ഒരു 30s മുതലുള്ള till the end of his life, എഴുത്തോടെ എഴുത്താണ്. writing in newspapers, writing here, giving speeches. There's so much material that he's written about. അതിനകത്ത് തന്നെ you see positives as well as negatives. ഒരു സൈഡിൽ നിന്ന് വിചാരിക്കും എന്തൊരു stubborn മനുഷ്യൻ, how did his wife survive with him എന്നുള്ള ഒരു തോന്നൽ വരെ നമുക്ക് തോന്നും. വേറൊരു ആംഗിളിൽ കൂടെ you see an element of leadership. വേറൊരു ആംഗിളിൽ കൂടെ നോക്കിയാൽ you wonder why is Gandhiji writing about his toilet habits and bowel movements. പക്ഷേ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം there will be positives, there will be negatives. പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അങ്ങനെ ഗുഡ് ആൻഡ് ബാഡ് വേഴ്സസ് അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്. വി സി ഇറ്റ് ആസ് എലിമെൻറ്റ്സ് ദാറ്റ് എക്സിസ്റ്റ് ഓൺ ദ റെക്കോർഡ് ആൻഡ് ദെൻ വി സ്റ്റഡി ഇറ്റ്. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഗുഡും ബാഡും വെച്ചുകൊണ്ട് അത് നമ്മുടെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടാണ്. നമ്മൾ പക്ഷേ സ്റ്റഡി ചെയ്യുമ്പം ഗുഡും ബാഡും അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ചുകൊണ്ട് മാത്രമല്ല നോക്കുന്നത്. ഈ മിസ്ഇൻഫർമേഷൻ ധാരാളം ഉണ്ടാവുന്നൊരു സമയമാണ് ഇപ്പം. അപ്പം മിസ്ഇൻഫർമേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഹൗ ഡസ് ദാറ്റ് ഇമ്പാക്ട് യുവർ റിസർച്ച് ഇൻ ടു ഹിസ്റ്ററി, ആൻഡ് is it a different process that people had before when misinformation was less accessible? മിസ്ഇൻഫർമേഷൻ ഇപ്പം മുമ്പ് ഹരീഷ് സാർ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ന്യൂസ് ട്രാവൽസ്, മിസ്ഇൻഫർമേഷൻ ട്രാവൽസ് ഈവൻ ഫാസ്റ്റർ. ദാറ്റ്സ് യൂഷ്വലി ദ പാറ്റേൺ ദറ്റ് വി സി. അത് ഹിസ്റ്ററിയിൽ ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് അഗൈൻ ഇന്നാളെ വേറൊരുത്തും പറഞ്ഞ ഒരു ഉദാഹരണമാണ്. മൈ മദർ സെൻറ്റ് ഇറ്റ് ടു മീ ആക്ച്വലി. വാട്സാപ്പിൽ സംബഡി ഫോർവേഡ് ടു ഹർ ഒരു ഫോട്ടോഗ്രാഫ് ഓഫ് ഒരു രാധ സ്കെറി ലുക്കിംഗ് ഒരു മനുഷ്യൻ, ഒരു 19th centuryയിലെ ഇതൊരു ഫോട്ടോഗ്രാഫാണ്. എൻ്റെ അതിൻ്റെ കൂടെ ഏതൊരു പ്രോമിനൻറ്റ് മലയാളി ഫിഗറാണ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട് അതിൻ്റെ അടിയിൽ സെയിങ്, നോക്കൂ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ടിപ്പു സുൽത്താൻ വളരെ സുന്ദരനായിരുന്നു, നമ്മൾ റോയൽ പോർട്രേറ്റ്സേ കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരെ കണ്ട ഇങ്ങനെയായിരുന്നു വരുന്നത്. Now anybody with half a brain will know that ടിപ്പു സുൽത്താൻ മരിച്ചത് 18th centuryയിലാണ്. അന്ന് ക്യാമറ ഇല്ല, ഫോട്ടോഗ്രാഫും ഇല്ല.
അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് വന്നാൽ അതൊരു വല്ലാത്ത ഒരു ടൈം മെഷീൻ വെച്ചാലേ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ അത് നമ്മൾ ഇച്ചിരി 2 സെക്കൻഡ് വെച്ച് കൂടെ നോക്കിയാൽ you will see that was actually a photograph of some African gentleman from Zanzibar or some place. ചുമ്മാ ടിപ്പു സുൽത്താനെ പോലെ പേർഷ്യനറ്റ് റോബ്സ് ഇട്ടിട്ടുണ്ട്, ഒരു തലയിൽ ഒരു ടേബനും ഉണ്ട്. അയാളുടെ ഏതോ ഒരു ആഫ്രിക്കയിലെ സാൻസിബാറിലെ മനുഷ്യനെ എടുത്തിട്ടാണ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കോളിംഗ് ഹിം അഗ്ലി ഈസ് ഓൾസോ റേസിസ്റ്റ്. ആക്ച്വലി ഒരു കറുത്ത മനുഷ്യനെ എടുത്തിട്ട് ടിപ്പു ഇങ്ങനെ ഹി വാസ് സോ അഗ്ലി എന്ന് പറയുന്നതും ഇസ് ഫെയർലി റേസിസ്റ്റ്. സോ ദർ ഈസ് മിസ്ഇൻഫർമേഷൻ ദാറ്റ് വേ. പിന്നെ വേറെ ഒരു പടം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിട്ട് കാണാനുണ്ട്. ഈ ട്രാവൻകൂറിലെ തന്നെ ആയില്യം തിരുനാൾ ആൻഡ് ഹിസ് വൈഫ് ഒരുമിച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ക്യാപ്ഷനും വരും, ദിസ് വാസ് കേരളത്തിലെടുത്ത ആദ്യത്തെ ഫോട്ടോഗ്രാഫാണ്. ഈ എടുത്ത ഫോട്ടോഗ്രാഫറിന് 2000 സ്വർണ്ണ നാണയവും ഇത്രയും കിലോ പെപ്പറും ഒക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. എനിബഡി ഹൂസ് എ ഹിസ്റ്റോറിയൻ നോസ് ദാറ്റ് ആയില്യം തിരുനാളിലൊക്കെ 19th century ഒക്കെ ആകുമ്പോഴേക്കും രൂപയാണ്, ശമ്പളമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, അല്ലാതെ പെപ്പറും സ്വർണ്ണമൊന്നും എല്ലാവർക്കും കൊടുക്കുന്നത്. മാത്രമല്ല അത് കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫും അല്ല, ആദ്യത്തെ ഫോട്ടോഗ്രാഫൊക്കെ വേറെ അതിന് മുമ്പേ ഉണ്ട്. സോ അങ്ങനെ യു സി ലോട്ട്സ് ഓഫ് മിസ്ഇൻഫർമേഷൻ ഗോയിങ് അറൗണ്ട് ഓൺ സോഷ്യൽ മീഡിയ. പക്ഷേ ആസ് ഐ ഓഫൻ സേ സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ എൻ ഓപ്പർച്യൂണിറ്റി. അപ്പം നല്ല ഹിസ്റ്റോറിക്കൽ റീസർച്ച് ചെയ്യുന്ന ഹിസ്റ്റോറിയൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതിനെ ആ മീഡിയത്തിനെ കുറ്റം പറയാതെ വി ഷുഡ് ലേൺ ടു ഓപ്പറേറ്റ് ഓൺ ദാറ്റ് മീഡിയം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫിലോസഫി. So for me, history has always been a blank answer paper that I stare to not knowing what to write. Avudannu it changes to like 700 odd pages of books that you've read. And ആ കഥയിലേക്ക് വരുന്ന സമയത്ത് for the younger people, younger generation, they're also looking at history ideally to identify with themselves. Because there's so much past being spoken about, referred, and they don't know whether it's right. What is, as a historian, when you're communicating with people who are young, who are trying to find themselves from the past, ഒരു വലിയ റെസ്പോൺസിബിലിറ്റി വരില്ലേ എഴുതുമ്പോൾ? റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഞാൻ എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെക്കാറില്ല. ഐ എം എൻഗേജിങ് വിത്ത് ഹിസ്റ്ററി ഇൻ ദ വേ ഐ ഫൈൻഡ് ഹിസ്റ്ററി ഇൻട്രസ്റ്റിംഗ്. മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞല്ലോ, കഥകളിൽ കൂടെയാണ് എനിക്ക് തന്നെ ഹിസ്റ്ററിയിൽ താല്പര്യം തോന്നിയത്. ഞങ്ങൾ മുമ്പേ അവിടെ ഇരുന്നപ്പം വി വർ ടോക്കിംഗ് അബൌട്ട് ദ സോ കോൾഡ് ഫസ്റ്റ് മോട്ടോർ ആക്സിഡൻറ്റ് ഇൻ കേരള കാളിദാസൻ എന്ന് പറഞ്ഞ കേരളവർമ്മ വലിയ തമ്പുരാൻ്റെ ആണ്. 1914 ഒരു കാർ ആക്സിഡൻറ്റിലാണ് അദ്ദേഹം, ഹി വാസ് ഗ്രീവിയസ്ലി ഇഞ്ചേർഡ് ആൻഡ് ദെൻ ഹി പാസ്ഡ് അവേ സൂൺ ആഫ്റ്റർ. അപ്പോൾ അതാണ് കേരളത്തിലെ ആദ്യത്തെ മോട്ടോർ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും ഹി വാസ് കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ തമ്പുരാൻ, ദിസ് ഗ്രേറ്റ് സംസ്കൃത് ആൻഡ് മലയാളം റൈറ്റർ. ബ്രിട്ടീഷുകാരും ചില അവാർഡ്സ് ഒക്കെ കൊടുത്തിരുന്നു. സോ വെൻ ഹി ഡൈഡ് വളരെ വലിയൊരു കേമനായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ് വെൻ ഐ ലുക്ക് അറ്റ് റെക്കോർഡ്സ് ഇൻ ദി 1870s. അന്ന് എഴുതിയ ഒരു കത്തിനകത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, ഹീസ് റിലേറ്റഡ് ടു ദ ട്രാവൻകൂർ റോയൽ ഫാമിലി, വളരെ ഹൈ കാസ്റ്റ് ഒരാളാണ്, സംസ്കൃത് പണ്ഡിതനൊക്കെയാണ്. പക്ഷേ ആ ഒരു ലെറ്ററിൽ ഹീസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹി വാസ് ബ്രീഫ്ലി അട്രാക്റ്റഡ് ടു ക്രിസ്ത്യാനിറ്റി. ആൻഡ് ഹീസ് ദ നെഫ്യൂ ഓഫ് ദ സോ കോൾഡ് പത്മനാഭദാസൻ ഇൻ ട്രിവാൻഡ്രം. രാജാവിൻ്റെ നെഫ്യൂ ഇൻ ലോ. അപ്പം രാജാവിൻ്റെ റോയൽ ഫാമിലിയിലെ ഒരു അംഗം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു താല്പര്യം തോന്നുന്നത് വാസ് എ ബിഗ് ഇഷ്യൂ ഇൻ ദോസ് ഡേയ്സ്. പിന്നെ ഭാങ്, ഈ കഞ്ചാവൊക്കെ ചേർത്ത് കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും കിട്ടും. അതൊക്കെ കുടിച്ച് ഹൗ ഹി വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ മരുവാന, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. And there you suddenly see him as a young guy who's experimenting, fooling around, doing all kinds of silly things. അത് വായിക്കുമ്പോൾ you realize, hold on, this Kerala Kalidasan was also a human being, was also a young man once, also made the mistakes he had to make. അതെല്ലാം കൂടെ ഒരു നാച്ചുറൽ പ്രോസസ് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ നമ്മുടെ തന്നെ വീടുകളിൽ നമ്മളെപ്പോഴും, ഞാൻ പൊതുവെ പിള്ളേരോടൊക്കെ പറഞ്ഞതാണ്, യു ഓൾവേസ് ലുക്ക് അറ്റ് പീപ്പിൾ ആസ് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ. പക്ഷെ അവരൊക്കെ വ്യക്തികളുമാണ്. അവർക്കും ഒരു കാലത്ത് ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. സോ എക്സാമ്പിൾ, സ്മോൾ തിങ്സ് ദറ്റ് യു ഗെറ്റ് ഫ്രം യുവർ ഫാമിലി മെമ്പേഴ്സ് കെൻ ഇലൂമിനേറ്റ് ലൈഫ് ഇൻ സോ മെനി ഡിഫറെൻറ്റ് വേസ്. ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ ചെറുപ്പത്തിൽ 1940s, ബിക്കോസ് വി ഹാവ് എ വെരി ട്രാൻസ്പെറൻറ്റ് റിലേഷൻഷിപ്പ്. അമ്മൂമ്മ ഫുൾ കഥകളൊക്കെ തുറന്നങ്ങ് പറയും, അല്ല സെൻസർഷിപ്പ് ഒന്നുമില്ല. അതിനകത്ത് ഒരു ഫണി ഇൻസിഡൻറ്റ് ഉണ്ട്. അമ്മൂമ്മയുടെ അച്ഛൻ മരിക്കാൻ കിടന്നപ്പോൾ അമ്മൂമ്മയെ സൈഡിൽ ഇരുത്തി അവസാനത്തെ 2-3 മാസം. ആൻഡ് ഹീ ടോൾഡ് എ ലുക്ക്, ഐ നോ ഓൾ ദ ഫാമിലി സീക്രറ്റ്സ്. ഇപ്പം ഞാൻ മരിക്കുമ്പോൾ ആ ഗോസിപ്പും ഫാമിലി സീക്രറ്റ്സും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് ഏറ്റവും ഇളയ മകൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതിപ്പോൾ അമ്മൂമ്മ എനിക്ക് തരുന്നുണ്ട്, ആ ഫാമിലി ഗോസിപ്പും സീക്രറ്റ്സും എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വേറെ അടുത്ത ജനറേഷനിലും ആരെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ anyway, she had this funny story about how when she was growing up 1940s, അന്ന് ഒരു ആചാരം ഉണ്ടല്ലോ, സ്ത്രീകളുടെ പീരിയഡ്സ് വരുമ്പം മാറിയിരിക്കണം, വേറെ ഒരു മുറിയുണ്ട്, അവിടെ പോയി മാറിയിരിക്കണം. ആൻഡ് വാട്ട് വാസ് ഫണി വാസ് ദറ്റ് ഷീ ഹേറ്റഡ് ഇറ്റ്.
അത് ആരും പറഞ്ഞുണ്ടായ വന്ന റിബെല്യൻ ഒന്നും അല്ല. ഷീ ജസ്റ്റ് ഹേറ്റഡ് ദ ഹോൾ ഐഡിയ ഓഫ് ഹാവിങ് ടു ബി സെഗ്രിഗേറ്റഡ് ലൈക്ക് ദാറ്റ് വൈൽ എവറിബഡി എൽസ് വാസ് ഗോയിങ് ഓൺ വിത്ത് ദെയർ ലൈവ്സ്. അപ്പോൾ അന്നൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിലിരിക്കുമ്പം ഭക്ഷണം വരെ ആ മുറിയിൽ കൊണ്ടുതരും. യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ഇൻ ടു ദി അതർ ഏരിയാസ് ഓഫ് ദ ഹൗസ്. പക്ഷേ അന്ന് ബാക്കിയുള്ളവർ കഴിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ കഴിക്കുന്ന വേറെ ഒരു കെട്ടിനകത്താണ്. അവിടെ പോകുമ്പം അപ്പോൾ ഈ സൈഡിൽ ആരുമില്ല. അപ്പോൾ ഈ അമ്മൂമ്മേൻ്റേത് ഷീ വുഡ് കം ഔട്ട് ഓഫ് ദിസ് റൂം ആൻഡ് ഗോ അറൗണ്ട് ടച്ചിങ് എവറിത്തിങ് ഇൻ ദ ഹൗസ്, മേക്കിംഗ് എവറിത്തിങ് ബ്രഷ്ഡ്, മേക്കിംഗ് എവറിത്തിങ് അശുദ്ധം. അപ്പോൾ അച്ഛൻ്റെ ഡെസ്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വിത്ത് പത്തായം എന്ന് പറയും, വിത്ത് വെച്ച് വെക്കുന്നത്, അതേ പോയി കയറി ഇങ്ങനെ ഉരുളും, പിന്നെ അറേ കയറി തോടും, അങ്ങനെ കാണുന്നിടത്തെല്ലാം പോയി അശുദ്ധമാക്കിയിട്ട് ഒളിച്ച് വന്ന് അകത്തിരിക്കും. ആരോടും പറയത്തില്ല, ആരും കാണത്തുമില്ല. പക്ഷേ ദാറ്റ് വാസ് ഹെർ ഫോം ഓഫ് റിബെല്യൻ. And when you hear that, suddenly my 87-year-old Ammuma, who I've seen always with grey hair, becomes this rebellious young girl who had a mind of her own and stood up to something that she saw as an injustice. ഞാൻ വിചാരിച്ചു ഓക്കെ, മേ ബി ഇറ്റ്സ് ജസ്റ്റ് മൈ അമ്മൂമ്മ സ്റ്റോറി. പക്ഷെ അല്ല, നമ്മളപ്പം സ്ലോലി ഒരു ഹ്യൂമൻ എലിമെൻറ്റ് ഓഫ് ഹിസ്റ്ററി തപ്പി നോക്കിയാൽ മെമ്മറിയുടെ കാര്യം പറഞ്ഞപ്പം പീപ്പിൾ ഓൾസോ റൈറ്റ് ഓട്ടോബയോഗ്രഫീസ്. അപ്പോൾ ദേവകി നിലയങ്കോടിൻ്റെ മെമ്മോസ് ഉണ്ട്, നമ്പൂതിരി സ്ത്രീയാണ്. അവരും പറയുന്നുണ്ട് അവരുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ മാറിയിരിക്കുന്ന സമയത്ത് അന്നൊക്കെ ഈ അന്തർജനങ്ങൾക്ക്, നമ്പൂതിരി സ്ത്രീകൾക്ക് വായിക്കാൻ അറിയാം, പക്ഷേ ദേ ആർ നോട്ട് അലൗഡ് ആക്സസ് ടു ന്യൂസ് പേപ്പേഴ്സ്, നോവൽസ് വായിക്കാൻ പാടില്ല, മാഗസീൻസ് വായിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ റൂൾസ് ഉണ്ട്. പക്ഷേ ദേ റിയലൈസ് ദറ്റ് ഈ മാറിയിരിക്കുന്ന സമയത്ത്, പീരീഡ്സ് വന്ന് മാറിയിരിക്കുന്ന ആ ഒറ്റ മുറിയിൽ ആണുങ്ങൾ വരുത്തില്ല. അപ്പോൾ ആ മുറിയിലാണ് അവരിരുന്ന് ഈ മാഗസീൻ വായിക്കലും ഈ ന്യൂസ് പേപ്പർ വായിക്കലും നോവൽ വായിക്കലും ഒക്കെ ചെയ്യുന്നത്. കാരണം അച്ഛന്മാരും ആങ്ങളമാരും ആരും വന്ന് നോക്കുന്നില്ല ഈ സ്ത്രീകൾ എന്താ ചെയ്യുന്നതെന്ന്. സോ ദാറ്റ് റൂം റെപ്രസെൻറ്റ്സ് പേട്രിയാർക്കി ഇൻ മെനി വേസ്. പക്ഷേ ആ സെയിം പേട്രിയാർക്കി അതേ മുറി വെച്ച് സബ്വേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ നടത്തുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദർ ഓൾസോ ബ്രാഹ്മൺ വിമൻ. അപ്പം കുറച്ച് ഓർത്തഡോക്സ് ആണ്. അപ്പോൾ അവർക്കും ഒരു തോന്നലുണ്ട്, ഇങ്ങനെ ഒരു പീരീഡ്സ് വന്നിരിക്കുന്ന സമയത്ത് പുസ്തകം തൊട്ടാൽ പുസ്തകം സരസ്വതിയാണ്, അപ്പോൾ അത് പുസ്തകത്തിന് മോശമാണെന്നുള്ള രീതിയിൽ. സോ ദേ യൂസ്ഡ് ടു ഗെറ്റ് മെയ്ഡ് സെർവൻസ് ടു കം ആൻഡ് ടേൺ ദ പേജസ് ഫോർ ദം. അങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദെൻ യു സ്റ്റാർട്ട് റിയലൈസിങ് ദറ്റ് ദിസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കടലാസുകളിലോ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിലോ മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സാധനമല്ല. നമ്മുടെ തന്നെ ഫാമിലീസിൽ, നമ്മുടെ ചോരയിൽ, നമ്മുടെ ഒരു കളക്റ്റീവ് മെമ്മറിയിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രായമുള്ളവരുടെ മെമ്മറീസിലൊക്കെ അതിൻ്റെ ഈ വാല്യൂബിൾ ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കിട്ടും. വി ജസ്റ്റ് ഹാവ് ടു ഗോ ആൻഡ് ലുക്ക് ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്ററി ബിക്കോസ് ഓഫ് ദീസ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ബിക്കോസ് ഓഫ് ദീസ് സ്റ്റോറീസ് ഐ വാസ് ഹിയറിംഗ് അറൗണ്ട് മീ ഫ്രം മൈ ഓൺ ആൻസെസ്ട്രൽ പ്ലേസ്, ഫ്രം മൈ ഓൺ ഫാമിലി മെമ്പേഴ്സ്. ആ ഒരു കൗതുകത്തിലാണ് പിന്നെ അതിനെ പഠിച്ച് ഒരു സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അവസാനം PhD ഒക്കെ ആയിട്ട് വന്നത്. ദേവകി നിലങ്കോടിനെ പറ്റി പറഞ്ഞത്, സോ ഷീസ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ആണ്ട്. യാ, സോ അപ്പം ഓർമ്മക്കുറിപ്പുകൾ വായിക്കുന്ന സമയത്താണ്, അപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരെ ഓരോ ഈവൻസിനും ഒക്കെ. ഇപ്പോൾ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോഴാണ് ശരിക്കും ആ കാലഘട്ടത്തിൽ എന്ത് നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൗ ഷി ഹസ് ഗ്രോൺ ആൻഡ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ് ടൈം എന്നുള്ളത്. അപ്പോൾ ഐ ഓൾവേസ് കൺസിഡർ ഹിസ്റ്ററി, ഐ ഓൾവേസ് കൺസിഡർഡ് ഹിസ്റ്ററി ആസ് എ ഡ്രൈ സബ്ജക്റ്റ്. അത് ഞാൻ മാത്രമായിരിക്കില്ല, പല ആൾക്കാരും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിങ്, ഈ മെമ്മറി നമ്മൾ റിക്കളക്ട് ചെയ്യുന്നത് പലപ്പോഴും ഒരു സ്റ്റോറി ആയിട്ടാണല്ലോ. ആൻഡ് യു സംടൈംസ് ചേഞ്ച് ദാറ്റ് ഓൾസോ. കാരണം എനിക്ക് ചിലപ്പം 1978 ഒരു ഓർമ്മ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നടന്നതെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഐ വുഡ് ഹാവ് റീടോൾഡ് ആൻഡ് ചേഞ്ച്, റൈറ്റ്? അപ്പോൾ ഹിസ്റ്ററിയും വൺസ് യു റൈറ്റ് എ ബുക്ക് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, ഡസ് ഇറ്റ് ഓൾസോ ദാറ്റ് നറേറ്റീവ് ഗെറ്റ് ചേഞ്ച് ഓവർ ടൈം ഓൺ ഹൗ ഇറ്റ് ഗെറ്റ്സ് റിമെമ്പേർഡ് ഡൗൺ ദ ലൈൻ, റൈറ്റ്? ഇറ്റ് ഓൾവേസ് ചേഞ്ചസ്. കാരണം നമ്മൾ ഇപ്പോൾ എന്നോട് തന്നെ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ഞാൻ അതിന് നല്ല നാരറ്റീവ് ഉണ്ടാക്കി ഒരു ഫ്ലോ കൊടുത്തായിരിക്കും എഴുതുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ഗിവിങ് ഇറ്റ് എ ഫ്ലോ ഇറ്റ് സെൽഫ് യു ആർ ഓൾട്ടറിങ് തിങ്സ് മേ ബി സബ്കോൺഷ്യസ്ലി. പക്ഷേ ലൈഫ് ഇസ് മെസ്സി. ലൈഫിന് അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. പക്ഷെ നമ്മളോടിപ്പോൾ നമ്മുടെ ലൈഫിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു സീക്വൻഷ്യലായിട്ട് ഇന്ന കാര്യം നടന്നു, പിന്നെ ഇത് നടന്നു, അതുകൊണ്ട് ഇത് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനൊരു സീക്വൻസ് കൊടുക്കും. യഥാർത്ഥത്തിൽ നടന്നപ്പോൾ അതിന് സീക്വൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും. ഇറ്റ് വുഡ് ഹാവ് ബീൻ എ പെർഫെക്റ്റ്ലി റാൻഡം സീരീസ് ഓഫ് ഇൻസിഡൻസ്. പക്ഷേ വി ക്രിയേറ്റ് എ ലോജിക് ഫോർ ഇറ്റ് ഇൻ അവർ മൈൻഡ്സ്. ദാറ്റ്സ് എസെൻഷ്യലി വാട്ട് ഹാപ്പൻസ്. അതുകൊണ്ട് തന്നെ സംടൈംസ് യു ഫൈൻഡ് സെയിം ഇവൻറ്റ്സിന് ചിലപ്പോൾ ചെറിയ ഡീറ്റെയിൽസിൽ കോൺട്രഡിക്ഷൻസ് വരാറുണ്ട്. ഐ വാസ് ടോക്കിംഗ് ടു സംബഡി ഫ്രോം കൊടുങ്ങല്ലൂർ കോവിലകം. വളരെ ഒരു ഓർത്തഡോക്സ് റോയൽ ഫാമിലി ആയിരുന്നു. അപ്പോൾ അന്നൊക്കെ ഏർലി 20th century വരെ അന്നും ഈ ആരും കേരളത്തിലെ സ്ത്രീകളൊന്നും ബ്ലൗസ് എടുത്തില്ലല്ലോ പണ്ട്. മറക്കാതാണ് ഈ എല്ലാവരും നടക്കുന്നത്. അപ്പം അന്നൊരു ഇതുണ്ട്, അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് മറയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ആണുങ്ങൾ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. പക്ഷേ ഒരു കാലത്ത് സ്ത്രീകൾ ഓൾസോ ഹാഡ് ടു റിമൂവ് ദെയർ അപ്പർ ക്ലോത്ത് ഓർ വാട്ട് എവർ വെൻ ദേ എൻറ്റർഡ് എ ടെമ്പിൾ.
അപ്പം പരിഷ്കാരം വന്ന് സ്ത്രീകൾ ബ്ലൗസൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷേ ദാറ്റ് വാസ് എ ബിഗ് ഇൻസിഡൻറ്റ്. ഇപ്പം നമ്പൂതിരീസിൻ്റെ ഇടയിൽ തന്നെ ആദ്യത്തെ വിമൻ ടു വെയർ ബ്ലൗസസ് വർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് സോ ഓൺ. കാരണം ബ്ലൗസ് ഇടുന്നത് ഒരു വളരെ ഒരു ഭ്രഷ്ടായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കഥ, ഐ സ്പീക്കിംഗ് ടു സമൺ ഫ്രം കൊടുങ്ങല്ലൂർ, ദേ വർ ടെല്ലിംഗ് മീ ദറ്റ് ഒരു കഥയുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, വെളുപ്പിന് കാരണവന്മാർ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തിലിരിക്കും. എന്തിനാ? അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ അവർ ടോർച്ച് അടിച്ച് നോക്കും ഇവർ ബ്ലൗസ് ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഈസ് one version of the story is that the then Karnavan was a fairly progressive type. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബ്ലൗസ് ഇടണം. അപ്പോൾ സ്ത്രീകൾ ബ്ലൗസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അയാൾ ടോർച്ച് അടിക്കുന്നത്. വേറൊരു വേർഷനിൽ പറയുന്നത് തിരിച്ചാണ്. കാർണവന് ഓർത്തഡോക്സ് ആണ്, സ്ത്രീകൾ ബ്ലൗസ് ഇടാതെ വേണം അമ്പലത്തിൽ പോകാൻ. അതുകൊണ്ട് അയാൾ ടോർച്ച് അടിക്കുന്നത് ബ്ലൗസ് ഇട്ടിട്ടില്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അയാൾ അടിച്ചു നോക്കുന്നത്. ബോത്ത് ഇസെൻഷ്യലി ടോർച്ച് അടിപ്പ് ഹാസ് ഹാപ്പൻഡ്. പക്ഷേ വൈ ദ ടോർച്ച് അടിപ്പ് ഹാസ് ഹാപ്പൻഡ് ഈസ് ഓപ്പൺ ടു ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ബേസ്ഡ് ഓൺ മെമ്മറി. അത് ഇച്ചിലൂടെ നമ്മൾ സൂം ഔട്ട് ചെയ്താൽ സോഷ്യൽ ഡൈനാമിക്സിലും കാണാം. ഇപ്പം എൻ്റെ തന്നെ നാട്ടിൽ ദർ ഇസ് വൺ വെരി പ്രോമിനൻറ്റ് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി. അപ്പോൾ അന്നൊക്കെ അഗൈൻ അബൌട്ട് 100 years ago ഒരു ആചാരമുണ്ട്, അമ്പലങ്ങളിലും ഈ അപ്പർ കാസ്റ്റ് ഹിന്ദു ഹോംസിലൊക്കെ ഈ എണ്ണയും ഘീയും സാധനങ്ങളൊക്കെ വരുമ്പം ഒരു നസ്രാണി തൊട്ടാലേ അത് ശുദ്ധമാവത്തുള്ളൂ, എന്നിട്ടേ അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അശുദ്ധമാണ്. അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഹിന്ദു അപ്പർ കാസ്റ്റ് സവർണ ഗ്രൂപ്പ്സിലൊക്കെ പറയുന്നത്. ഈ ഫാമിലിയെ എണ്ണയൊക്കെ തൊട്ട് ശുദ്ധമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുടുംബമാണെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ തന്നെ മെമ്മറി നോക്കി അവർ തിരിച്ചാണ് പറഞ്ഞത്. അവർ പറഞ്ഞു ശരിയാ, എണ്ണ ശുദ്ധമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദേ കെയിം ദർ ആസ് വാരിയേഴ്സ് ടു ഫൈറ്റ്. രാജാവ് പറഞ്ഞിട്ട് പല്ലക്കിലൊക്കെ ഇരുന്ന് വന്ന് വലിയ കേമറായിട്ടാണ് അവരുടെ ഒരു സെൽഫ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഫിഗർ ഔട്ട് വിച്ച് ഓഫ് ദീസ് ഇസ് ഫുള്ളി ആക്യുറേറ്റ്. കാരണം അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ചിലപ്പം നസ്രാണിക്ക് അത്രയും ഗ്ലാമർ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതെന്ന് പറയും. അവർക്ക് പക്ഷേ ദേ ഹാവ് എൻ ഇൻസെൻറ്റീവ് ടു ഓൾസോ ഗ്ലാമറൈസ് ആൻഡ് ക്ലെയിം ദറ്റ് ദേ ഹാഡ് എ മാർഷൽ, കുറച്ചുകൂടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു താല്പര്യമുണ്ട്. സോ ഇറ്റ് ടെൽസ് യു സംതിങ് അബൌട്ട് ദ കമ്മ്യൂണിറ്റീസ്, ഇറ്റ് ടെൽസ് യു അബൌട്ട് ഒരു കമ്മ്യൂണൽ റൈവൽറി, ആരാണ് മുകളിൽ ആരാണ് താഴെ, അതിൻ്റെ ഒരു ഡൈനാമിക്കും അതിനകത്ത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് പോകുമ്പം യു സ്റ്റാർട്ട് സീയിങ് ദറ്റ് even the contradictions in memory can sometimes tell you a lot about history, because history is not always what is written on the page. Sometimes it is also the silences, sometimes it's also the gaps. ഒരു പേജിൽ എന്താ എഴുതിയിട്ടില്ലാത്തത്, that is also telling you something about history. എൻ്റെ ആദ്യത്തെ പുസ്തകം 700 പേജ് മുമ്പേ പറഞ്ഞല്ലോ, അത് എഴുതാൻ തന്നെ കാരണം അതിനകത്തെ മുഖ്യ കഥാപാത്രം നമ്മൾ ഐ ഗ്രൂ അപ്പ് ഔട്ട്സൈഡ് കേരള. അപ്പം ഞാൻ തിരുവിതാംകൂർ ചരിത്രം ചുമ്മാ ഒരു കൗതുകത്തിന് ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പം അതിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഈ ഒരു സ്ത്രീയുടെ കാര്യം വരുമ്പോൾ ഒരു ചമ്മൽ, ആൻഡ് ഷി വാസ് ഇസെൻഷ്യലി റിഡ്യൂസ് ടു എ ഫുട് നോട്ട് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ്. അവിടെയാണ് എനിക്കൊരു താല്പര്യം തോന്നുന്നത്, വൈ ഹർ? കാരണം ബാക്കിയെല്ലാം ഈ രാജാക്കന്മാരെ പുകഴ്ത്തി പറയുമ്പം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ മാത്രം എന്താ ഒരു ചമ്മൽ, ഒരു റിലക്റ്റൻസ് ടു ടോക്ക് ഹർ അപ്പ്. അപ്പം in the fact that she had been marginalized, I saw a historical question of interest and ended up writing 700 pages about this one person. Because sometimes that absence of words is also a hint that there is a story to be told there. That's right. നമ്മൾ ഇപ്പം എല്ലാം റെക്കോർഡഡ് ആണ്, right? Most of the things that's happening is people have it in reels and it's always there. നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് പലതും എഴുതിയിട്ടില്ല, പല ആൾക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഡെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. 50 years down the line, if you want to write about the places like here, വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് മെറ്റീരിയൽ is a different thing, right? Will that even change? Will it just become narratives of what happened rather than actually trying to understand, because it's already happened and it's being recorded? I think future historians will have great fun with our time. കാരണം എത്രയോ നാരറ്റീവ്സ് ഓൾറെഡി ഉണ്ട്. ഇപ്പം ഇവിടുത്തെ തന്നെ പ്രസിഡൻറ്റിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് തുറന്ന് നോക്കിയാൽ ആവശ്യത്തിന് കിട്ടുമല്ലോ, എന്നും ഓരോ പുതിയ നാരറ്റീവ്സ് ആണ്. എൻ്റെ വീസ ക്യാൻസൽ ചെയ്തിരുന്നാൽ മതി. പക്ഷേ എനിവേ, പോയിന്റ് ഇസ് narratives are aplenty. So narratives will always be there, and the thing is, because of social media, everybody now has the power to express their point of view and to put out their own narrative. അപ്പോൾ പണ്ട്, for example, if you had a completely outlandish narrative, ആരും വിശ്വസിക്കാത്ത പൊട്ട നാരറ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് തന്നെ നാണം തോന്നും. ഇന്ന് നാണമില്ല in that sense. പക്ഷേ you also felt isolated because you were not able to match up to the requirements of what would make for a good narrative or a solid narrative. ഇന്ന് പക്ഷേ സോഷ്യൽ മീഡിയ കാരണം I may be here, you may be in some other country, but if we both share a potta narrative, we can come together online and say that, look, our potta narrative has the numbers to support it. But internet also energizes disparate elements by creating them into one whole and giving them a force and a life that otherwise they would not have acquired.
അപ്പോൾ ഭാവി ജനറേഷൻസ് വരുമ്പം വെൻ ദേ ലുക്ക് അറ്റ് അവർ ടൈം ആക്ച്വലി ദീസ് റീൽസ് ആൻഡ് ട്വിറ്റർ അക്കൗണ്ട്സ് ആൻഡ് ഓൾ ഓഫ് ദിസ് വിൽ ബി ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ഫോർഡർ. ഒരു റിസ്ക് ആകെ ഉള്ളത് so much is happening digitally now that if say the whole digital ecosystem collapses for whatever reason, so much will get wiped out. ഇപ്പം നമ്മുടെ തന്നെ ഒരു ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിട്ട് എത്ര 15 വർഷം 16-18 വർഷം ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പം suddenly if I delete my Facebook account, it's 18 years worth of pictures and comments and posts and all of those things, 18 years of an archive that is vanishing overnight because it's digital. പണ്ട് എഴുതി വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫയൽസ് ഫിസിക്കൽ കോപ്പിയിൽ കാണാറുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ കാണുന്നത് especially in government now, there's a new trend. നമ്മൾ പഴയ ഫയൽസൊക്കെ എടുത്ത് നോക്കുമ്പം ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ആണെങ്കിൽ ഓരോ സെക്രട്ടറി ആ ഫയൽ പോകുന്ന ഓരോ ലെവലിലും അവരൊരു കടലാസിൽ അവരുടെ ഒപ്പീനിയൻ എഴുതി ആഡ് ചെയ്ത് അടുത്ത ആളുടെ അടുത്ത് പോകും. അപ്പോൾ ഒരു ഫയൽ തുറന്നാൽ നമുക്ക് പല പല പെർസ്പെക്റ്റീവ്സും പല പല ഒപ്പീനിയൻസും അതിനകത്ത് കാണാൻ പറ്റും. ആൾക്കാരുടെ മാർജിനേലിയ അതിനകത്ത് അവർ ആഡ് ചെയ്ത നോട്ട്സ് ആൻഡ് ദെൻ യു സീ ഹൗ ദ ഫൈനൽ ഡിസിഷൻ വാസ് റീച്ച്ഡ്. ഈ എല്ലാ ഒപ്പീനിയൻസും വെച്ചുകൊണ്ട് വാട്ട് ദേ ഫൈനലി വെൻറ്റ് വിത്ത്. ഇന്നിപ്പോൾ അപ്പാരൻ്റ്ലി ജേർണലിസ്റ്റ്സ് ആർ നോട്ടിങ് ദിസ്. ഈ RTI ഒക്കെ വന്നതിന് ശേഷം ബ്യൂറോക്രാറ്റ്സ് എക്സെട്ര ആർ സ്കെയർഡ് ഓഫ് ബീങ് ഹെൽഡ് അക്കൗണ്ടബിൾ. പൊളിറ്റീഷ്യൻസ് ഓൾസോ ഡോണ്ട് വാണ്ട് ഇറ്റ്. അപ്പോൾ ഈ ഫയലിൽ എഴുതുന്ന പരിപാടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ often we are seeing the final product but not necessarily always the process of how that final product is being reached. പക്ഷേ I don't think these will be challenges. Technology will come into play. There will be other ways and new perspectives of looking at it. നമ്മൾ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്ന് നോക്കുമ്പം എത്രയോ നമ്മുടെ പഴയ ഹിസ്റ്ററി എങ്ങും എഴുതി വെച്ചിട്ടില്ല ആക്ച്വലി. എസ്പെഷ്യലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, ഈ സോ കോൾഡ് അവർണ എന്ന് പറഞ്ഞു വെച്ചിരുന്ന കാസ്റ്റ് ഗ്രൂപ്പ്സ്. ഒന്നാമത് ലിറ്ററസി വാസ് വീക്കർ. അപ്പോൾ എഴുതി വെക്കുന്ന പരിപാടി അല്ലെങ്കിലും നടക്കത്തില്ല. അപ്പോൾ അവരുടെയൊക്കെ ഹിസ്റ്ററി ലോറിലും ട്രഡിഷനിലും മിത്തോളജിയിലും ലെജൻസിലും അവരുടെ പാട്ടുകളിലും, ഫോർ എക്സാമ്പിൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് അവർ പാടിയിരുന്ന പാട്ടുകളിലൊക്കെയാണ് അവരുടെ ഹീറോസ്, അവരുടെ ഒരു കൾച്ചറൽ മെമ്മറി ഉള്ളത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ കൃഷി ഇല്ലാത്തതുകൊണ്ട് a lot of that is slowly being lost because nobody has sat and actually codified and recorded those songs. പിന്നെ കൊച്ചു ways of teasing out some of that history. അപ്പം MLA ഇവിടെ ഉണ്ടല്ലോ, I got trolled actually in Kerala for telling the story. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നിടത്തൊക്കെ പറയും ഇപ്പം, കാരണം അങ്ങനെ ട്രോൾസിന് വിട്ടുകൊടുക്കാനും പറ്റത്തില്ലല്ലോ. Because there's a point to this. The point is എൻ്റെ അഗൈൻ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെ കാലത്ത് അന്നൊക്കെ ഈ സോ കോൾഡ് അടിയന്മാരുണ്ടല്ലോ, അവരാണ് ആക്ച്വലി കൃഷി ചെയ്യുന്നത്. Owner of the land is sitting in the tarwad or whatever, and the Adiyans are all from Dalit communities. അവർക്ക് ആ വീടിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, ദൂരെ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നൊക്കെയുള്ള ചില ഇതൊക്കെ ഉണ്ട്. പേരുകൾ അവരുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ പൂമുഖത്തിരിക്കുന്ന കാരണമാണ് എൻ്റെ പേരിടുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ there was a lady in my village whose name was വെളുമ്പി. കാരണം അന്ന് അങ്ങനത്തെ പേരൊക്കെ ഇടുന്നത്, വെളുമ്പി, കറുത്ത കുട്ടി, വെളുത്ത കുട്ടി, അങ്ങനത്തെ പേരുകളൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റീസിലെ ആൾക്കാരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. And they were not allowed to take the names of members of their family. അപ്പം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറുടെ പേര് വാസ് കല്യാണി, her husband's name was മാധവൻ. പക്ഷേ they were not allowed to take these names. തമ്പുരാനും തമ്പുരാട്ടി എന്നുമാണ് പറയുന്നത്. പക്ഷേ ഒരു 1940s ഒക്കെ വന്ന് കമ്മ്യൂണിസം സ്ലോലി ഈ തിരുവിതാംകൂർ ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് വന്നു തുടങ്ങി. അൾട്ടിമേറ്റ്ലി കൾമിനേറ്റിംഗ് ഇൻ പുണപ്ര വയലാർ ആൻഡ് ദ വയലൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അറൌണ്ട് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. പക്ഷേ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഇസ് മൈ ഗ്രാൻഡ് മദർ ടോൾഡ് മീ വൺസ് ദാറ്റ് ഒരിക്കൽ her mother heard her name Kalyani being shouted with great anger. എടി കല്യാണി എന്ന് എന്തോ ഒരു ഇത് കേട്ടു. അപ്പം വലിയമ്മയ്ക്ക് വലിയ ദേഷ്യം, എൻ്റെ പേര് പബ്ലിക്ലി അങ്ങനെ ആരാ എടുക്കുന്നത്, പബ്ലിക്ലി അങ്ങനെ വലിയ തറവാട്ടമ്മമാരുടെ പേരൊന്നും ആരും എടുക്കത്തില്ല. അപ്പോൾ പോയി അന്വേഷിച്ചപ്പോൾ ഇറ്റ് ടേൺഡ് ഔട്ട് ദറ്റ് ദ സെയിം അടിയാന്മാർ ഹു ഹാഡ് ടു കോൾ ഹർ തമ്പുരാട്ടി, അവർക്ക് അവരുടെ മുമ്പ് വെച്ച് കല്യാണി എന്നും അല്ലെങ്കിൽ കല്യാണി അമ്മയെന്ന് പോലും പറയാൻ പറ്റില്ല, തമ്പുരാട്ടി എന്ന് തന്നെ വിളിക്കണം. പക്ഷേ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഈ കന്നാലികൾക്കൊക്കെ അവർ കല്യാണിയെന്നും മാധവനെന്നും ലക്ഷ്മിയെന്നും നാരായണനെന്നും ഒക്കെ പേരിട്ട്, അപ്പോൾ ഇവിടെ കല്യാണിയെ തമ്പുരാട്ടി എന്ന് വിളിച്ചാൽ അവിടെ കല്യാണിയെ വേണേൽ തല്ലാം, ചവിട്ടാം, വേണ്ടതൊക്കെ ചെയ്യാം. ഇത് ഇപ്പോൾ ആൾക്കാർ ഒരുമിച്ച് വന്ന് സ്ലോഗൻ വിളിച്ചുള്ള ആജിറ്റേഷൻ അല്ല, കമ്മ്യൂണിസം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ദേ ആർ അവെയർ ദാറ്റ് ദെയർ ഇസ് ഇൻജസ്റ്റിസ് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. പക്ഷേ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ശക്തി ആയിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ വെപ്പൺസ് ഓഫ് ദ വീക്ക് എന്ന് നമ്മൾ പറയും. വെൻ യു ആർ വീക്ക് ആൻഡ് ഒപ്രസ്ഡ് യു സ്റ്റിൽ ഹാവ് സം വെപ്പൺസ് ഇൻക്ലൂഡിങ് ഹ്യൂമർ. അപ്പോൾ ഹ്യൂമറും റിഡിക്യൂളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചെറിയൊരു രീതിയിൽ അവരുടെ സന്ദർഭത്തിൽ ഡിസെൻറ്റ് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതെങ്ങും എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ഒരു കൊലക്റ്റീവ് മെമ്മറിയിൽ ഉള്ളതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു ഹിയർ ദിസ് സ്റ്റോറി ആൻഡ് ദെൻ ഐ വാസ് ഏബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ്. ഇതിപ്പോൾ നാളെ ഞാനൊരു സ്ഥലത്ത് എഴുതിയാൽ ഇറ്റ് ബിക്കംസ് എ റെക്കോർഡ്. പക്ഷെ അത് എഴുതിയാലേ ഭാവിയിലുള്ളവർക്ക് ഇങ്ങനത്തെ കഥകൾ മനസ്സിലാവത്തുള്ളൂ. ആ കന്നാലികൾക്ക് കല്യാണിയെന്നും മാധവനെന്നും പേരിട്ടത് തന്നെ അവർക്ക് അതിൻ്റെ ഒരു സോഷ്യൽ എലിമെൻറ്റ് മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ രസത്തിനോ ഒരു ലാഫ്റ്ററിന് വേണ്ടി മാത്രമല്ല. There is in that a resistance, a standing up to an oppressive structure and saying that this will no longer do. അതെല്ലാം കൂടെ അതിനകത്ത് ഇൻകോപ്പറേറ്റഡ് ആണ്. ബെല്ലടിച്ചു അവരിവിടുന്ന് ബെല്ലടിച്ചിട്ടുണ്ട്, സമയം നിർത്താനായി എന്നുള്ളത്.
അപ്പോൾ ഒരു ചോദ്യം കൂടെ, വിച്ച് ഈസ് ഇപ്പം ലേറ്റസ്റ്റ് ബുക്കിൻ്റെ മുകളിൽ, ഞാൻ ബുക്കിലേക്ക് കിടക്കണ തന്നെ ഐ വോണ്ട് ടു ആക്ച്വലി ടോക്ക് അബൌട്ട് ബുക്സ് ദാറ്റ് യു വുഡ് ബി റൈറ്റിംഗ്. ബട്ട് ഈ പുസ്തകത്തിൽ അതിൽ നോട്ട്സാണ് ഒരു 300 പേജ് അല്ലേ? 500 no 239 എന്തോ. 350 pages is the book and then the remaining is the notes. ആ നോട്ട്സ് അവിടെ വെക്കാനുള്ള കാരണം അങ്ങനത്തെ ഒരു പുസ്തകം ആയതുകൊണ്ടാണോ? Is it because the topic that you chose and that? എൻ്റെ എല്ലാ പുസ്തകത്തിലും കുറേ നോട്ട്സ് ഉണ്ട്. കാരണം നമുക്കിപ്പം ആ പുസ്തകത്തിൻ്റെ ഒരു മെയിൻ ഫ്ലോയിൽ ഇടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ റീസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എല്ലാം പക്ഷേ ഡസൻ മേക്ക് ഇറ്റ് ടു ദ ഫൈനൽ നാരറ്റീവ് ആൻഡ് ദ ഫൈനൽ റിട്ടൺ എലിമെൻറ്റ് ഓഫ് ഇറ്റ്. അപ്പം ഒരുപാട് ആൾക്കാർ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അതിനെ നോട്ട്സിനകത്തോട്ട് ഇടുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ മറ്റേ ഇൻഫർമേഷനും കൂടെ കിട്ടും. ആൻഡ് ഇഫ് പീപ്പിൾ വോണ്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ് ഓർ വാട്ട് എവർ, ദേ നോ വേ ടു ലുക്ക്. അതൊരു ഇൻറ്റൻഷനിൽ കൂടെയാണ് ഇടുന്നത്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ പുസ്തകത്തിന് തന്നെ 5 കോടി രൂപയുടെ ഡെഫമേഷൻ നോട്ടീസ് കിട്ടിയുണ്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് പുസ്തകം റിലിജനും നാഷണലിസത്തിനെയും പറ്റി. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ പേരിൽ ക്യാൻസലേഷൻ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരാ കേസ് ഇടുന്നതെന്ന് പറഞ്ഞുകൂടാ. ഇന്നല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ആവാം. അപ്പം ദിസ് ഈസ് ഓൾസോ ടു പ്രിഎംപ്റ്റ് ദാറ്റ്. എൻ്റെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എൻ്റെ സോഴ്സസും കാര്യങ്ങളും എല്ലാം ക്ലിയർലി 230 പേജ് പോയാലും കുഴപ്പമില്ല, ഓൾ ദ സോഴ്സസ് ഷുഡ് ബി ക്ലിയർ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇതും കൂടെ വെച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ പുസ്തകമാണ് ആദ്യമായിട്ട് ഞാൻ എഴുതിയിട്ട് 10 വർഷമായി ഇപ്പം പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ട്. ഈ പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റാണ് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ വക്കീലിൻ്റെ അടുത്താണ് അവർ അയച്ചത്. വക്കീലിൻ്റെ അടുത്ത് കൊടുത്ത് ലീഗൽ റിവ്യൂ ചെയ്തിട്ടാണ് അതിനെ അവസാനം അവർ എഡിറ്റ് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അതിനകത്ത് ഒരു ചിരി തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ വക്കീലൊരു 200-300 ചേഞ്ചസ് റിപ്പോർട്ടിൽ അയച്ചു. ഓൾമോസ്റ്റ് എവറി പേജിൽ ഇത് മാറ്റണം, അത് മാറ്റണം, പീപ്പിൾ വിൽ ബി സെൻസിറ്റീവ്, ഹേർട്ട് ഫീലിങ്സ്, ഹേർട്ട് സെൻറ്റിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അയച്ചു. ഞാൻ മാറ്റിയില്ല, 2 കാര്യങ്ങളെ മാറ്റിയുള്ളൂ. പക്ഷേ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ഇസ് ഈ 300 ചേഞ്ചസ് റിപ്പോർട്ടിലിട്ടതിന് ശേഷം ഷീ സെൻഡ് മൈ എഡിറ്റർ എ വാട്സാപ്പ് മെസ്സേജ് സെയിങ് ലവ് ദ ബുക്ക്. I was like, കൊള്ളാമല്ലോ, you love the book but you also want me to make 300 changes. കാരണം വക്കീലായിട്ട് she was doing her job, പക്ഷേ ആസ് എ റീഡർ വിത്ത് എൻ ഓപ്പൺ മൈൻഡ് ഷീ ആക്ച്വലി എൻജോയ്ഡ് ദ ബുക്ക്. പക്ഷേ ദാറ്റ്സ് അഗൈൻ ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ദറ്റ് വി ലിവ് ഇൻ. ഇന്നത്തെ കാലത്ത് ചുമ്മാ ഒരു പുസ്തകം എഴുതാൻ പറ്റത്തില്ല. പുസ്തകം എഴുതുമ്പം ഇത് ആരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യും, എവിടുന്ന് കേസ് വരും, സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ട്രോൾ ചെയ്യും, ഇതെല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഒരു പബ്ലിക്കേഷൻ നടക്കുന്നത്. പക്ഷേ we still write freely and hope that nobody will come after us. We have figures like Harish sir here who suffered the process, but you still stick your neck out and you hope that people will see the point and not get carried away with the hurt sentiments. Definitely. ഞാൻ ഹരീഷിൻ്റെ മീശ വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഐ റെഡ് യുവർ ബുക്ക്. ഹരീഷിൻ്റെ ഒരു ഇത് വന്നത് 2ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഹരീഷ് ട്രോള് കിട്ടാനുള്ള സാധനങ്ങൾ എഴുതി എന്നുള്ളതാണ്. In yours, you have to go up till the last few chapters to actually understand the current situations ആയിട്ട് വരുന്നത്. Maybe that's something we should, കാരണം വായിക്കുന്ന ആൾക്കാർ ആദ്യത്തെ ഒരു 4 പേജിൽ തന്നെ ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. And so thank you, Manu. So I think there would be questions from the audience. താങ്ക് യു. ഇത് വളരെ ആസ്വാദികരമായ, വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷനായിരുന്നു. സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം, ഇതില്ലെങ്കിൽ ഇത് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ കേട്ടോണ്ടിരുന്നേനെ. കാരണം ഓർമ്മകളും ചരിത്രവും ഒക്കെ വൻകിറകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. പക്ഷേ സ്പഷ്ടമായ സിമ്പിൾ മലയാളത്തിൽ ചോദിക്കണം. ചുമ്മാ ചോദിക്കുക, ഈ സ്വയം ചരിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ചരിത്രം എഴുതി ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്മാരകം നിർമ്മിച്ച് വെക്കുന്നവർ, അവരെ പറ്റി എന്താണ് അഭിപ്രായം? സ്വന്തമായിട്ട് ഓട്ടോബയോഗ്രഫി, സ്വന്തമായിട്ട്, അതായത് എന്നെ ഇങ്ങനെയായിരിക്കണം നാളത്തെ ആളുകൾ കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് they create something around them. I mean, if you look at most politicians' autobiographies, അതെല്ലാം ഇതാണ്. അവർ ചെയ്ത എല്ലാം നല്ല ഉദ്ദേശത്തോടെ, നല്ല കാര്യം ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടേതായ അവരുടെ ഒരു പൊസിഷനെ ഫോർവേഡ് ആക്കാൻ വേണ്ടിയാണ് കുറേ പൊളിറ്റിക്കൽ മെമ്മോസ് എഴുതി വരുന്നത്. നമ്മൾ ഹിസ്റ്റോറിയൻസ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി പറയുന്നത്, ഹോൾഡ് ഓൺ, ദാറ്റ്സ് എ വെരി കൺവീനിയൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല നടന്നത് എന്നൊക്കെയുള്ള ഒരു ഇത് വരും. ഇപ്പം ലേറ്റസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ വായിച്ചിരിക്കുന്നത് 2 വോള്യൂംസ് ഉണ്ട്. വാജ്പേയിയുടെ ഒരു ബയോഗ്രഫി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് അസ്റ്റോണിഷിംഗ്. He liked to drink, he liked his buffalo ഇറച്ചി, he had a very unusual domestic situation. ഒരു മാരീഡ് സ്ത്രീയുടെ കൂടെയാണ് അദ്ദേഹം ജീവിച്ചത് all his life. And her husband eventually came to America and died here in an old age home while she continued to live with him. It's quite remarkable. And that you realize this is the BJP. This is otherwise a traditionalist party. But the Prime Minister who came out of that party had such an unusual, non-traditionalist kind of lifestyle.
പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്നും നമുക്കത് കിട്ടത്തില്ല. ഒരു ഹിസ്റ്റോറിയൻ പോയി ടീസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ യു ആർ ഏബിൾ ടു പങ്ക്ചർ എ ലോട്ട് ഓഫ് ക്ലെയിംസ് ആൻഡ് പ്രിറ്റൻഷൻസ് ആൻഡ് കോൾ ഔട്ട്, ഐ സപ്പോസ്, എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിപ്പോക്രസി. കാരണം യു ആർ ഫോഴ്സിങ് ആൻ ഐഡിയ ഓഫ് ട്രഡീഷൻ ഓൺ സൊസൈറ്റി, സെയിങ് ഇതാണ് നമ്മുടെ ട്രഡീഷൻ, ആരും ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ യു ഡീവിയേറ്റഡ് പ്ലെൻറ്റി ഫ്രോം ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് പ്രോപ്പഗാൻഡ എന്നുള്ള രീതിയിൽ എഴുതുന്ന ടെക്സ്റ്റും ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് എ ലൈഫ് അല്ലെങ്കിൽ എ പീരിയഡ് രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം. ജീന. Thank you. Thank you for making history cool again. So I have two questions. You can choose whichever you want to answer. So the first one is, you talked about collective memory. Namalaka families, memory is usually about food, right? So what is your take on food history, and if you have any interesting snippet to share about that? Second one is, you do this very often. So is there a question you wanted somebody to ask but nobody has asked, and you can... No, nothing like that. On the food history thing, in fact, it's quite funny because the other day, a couple of Onams ago, I was talking to my grandmother about Onam itself and the whole concept of Sadhya. And it's quite remarkable that she was telling me in her childhood, again, 1940s, ആ കാലത്തും ഓണത്തിന് പരിപ്പുണ്ടാക്കുമല്ലോ, ആ പരിപ്പിൻ്റെ ദിസ് തിങ് ഓൾസോ ഹാഡ് എ കാസ്റ്റ് ആംഗിൾ ടു ഇറ്റ്, വിച്ച് ഇസ് ദറ്റ് നമ്മളിപ്പം കാണുന്ന യെല്ലോ ദാലുണ്ട്, അത് ദലിത് കമ്മ്യൂണിറ്റീസ്, ഇപ്പം പുലയർ, പറയർ, ആ സമുദായങ്ങളാണ് യെല്ലോ ദാലാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ മുതിരപ്പരിപ്പാണ് ഈഴവാസ് ആ ഒരു ലെവലിലുള്ള കാസ്റ്റ് കഴിക്കുന്നത്. ചെറുപയർ പരിപ്പാണ് നായന്മാരും ഒക്കെ കഴിക്കുന്നത്. വാട്ട് ഇസ് ദിസ് കാസ്റ്റ് സിസ്റ്റം ഓഫ് പരിപ്പ്? ബട്ട് പരിപ്പ് ഓൾസോ ഹാഡ് എ കാസ്റ്റ് സിസ്റ്റം. സോ ദാറ്റ്സ് ദ ഫണി തിങ്. ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് ഇൻ ദ റെക്കോർഡ്സ്. നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉടുക്കുന്ന തുണിയിൽ ഇടാൻ അനുവാദം ഉണ്ടായിരുന്ന ആഭരണങ്ങൾ, ലോക്കൽ ആൾക്കാരുടെ ഹെയർ സ്റ്റൈലിൽ വരെ there is historical details that you can tease out. There's a whole theory that there was this notorious Nambudiri woman called Kuriyeditha Tatri who had an affair with many men and all of that. And there's one bit of oral history saying that Agatha, supposedly not to be seen by any men aayittulla oru antarjanam engane, how did she carry on with so many people of different castes in those days? And apparently one theory was that she used to change her hairstyle and her appearance. കാരണം ഓരോ ജാതിക്കും, ഇപ്പോൾ അമ്പലവാസിയാണെങ്കിൽ ഒരു ടൈപ്പിലായിരിക്കും സ്ത്രീകൾ മുടി കെട്ടുന്നത്, നായരാണെങ്കിൽ വേറെ ഒരു സ്റ്റൈലിലായിരിക്കും, അന്തർജനമാണെങ്കിൽ വേറെ ഒരു സ്റ്റൈലിലായിരിക്കും. അപ്പോൾ ആ മുടിയുടെ തന്നെ ഒരു കെട്ടുന്ന രീതി മാറ്റിയാൽ essentially your personality can change, and with that change certain elements of how long your മുണ്ട് is, മുട്ടിന് മേളിലാണോ താഴെയാണോ, all of this can determine. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ആൾ കാണുമ്പം they can figure out your caste. അതാണ് അതിൻ്റെ ലോജിക്. പക്ഷേ it's also a way for a Nambudiri lady to go unrecognized outside because she can essentially mimic another caste group and move about. It's an interesting theory. I don't know if it's true. But there's, even in hairstyles and clothes, there's so much history. അതുപോലെ തന്നെ ഫുഡിലും ഉണ്ട്. Food is not devoid of history or even inconvenient or troubling details like caste, etc. രണ്ടാമത്തെ ചോദ്യത്തിനോട് താല്പര്യമുണ്ടോ? ഇല്ല. Here. Any other questions? First of all, thank you, Manu, for bringing history sexy. My question is... Your words, not mine. No, bringing history to the center stage, especially among Indians who are always lean towards engineering, science, law, or whatever. My daughter is also a history major. But my question is, what is your reaction towards presentism? Meaning that there's a movement against Gandhi or Martin Luther King or Abraham Lincoln. Or when I was traveling in Latin America, for Latin Americans, Bolivia is like the savior or liberator. So everything is questioned now, and നമ്മൾ വിശ്വസിച്ചിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ തച്ചടക്കുന്നതായിട്ട് ഗാന്ധി അല്ല ലീഡർ. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു പോളിറ്റിക്സ്, ബട്ട് what's your comment on that? See, asking questions is always healthy. Critically analyzing historical figures is also healthy. പക്ഷേ ഒരു malicious type of ആൾക്കാരെ deliberately wanting to, with an agenda, read history in a new way, that is where the problem arises. If it's coming out of pure inquiry and a pure curiosity, that's okay, because you're allowed to be curious about it. As I said, Gandhiji also had his flaws. You're allowed to
analyze those flaws. If you read, say, Ramchandra Guha's biographies of Gandhi, അതിനകത്ത് ഗാന്ധിയുടെ പോസിറ്റീവ്സും കാണും നെഗറ്റീവ്സും നമുക്ക് കാണാം. കാരണം അതൊരു ഈവൻ ഹാൻഡഡ് സ്റ്റഡിയാണ്. പക്ഷേ there is a kind of political reading of history. അത് എല്ലാ ജനറേഷനിലും കാണും. It's just that in different times it's skewed in different directions. At the moment, this is skewed a certain way. Tomorrow it will be skewed another way. അപ്പം ഈ ഗാന്ധിയുടെ ഒക്കെ ആ ഒരു പുതിയ ഇതിനകത്ത് വരുന്നത് ഐ കീപ് സീയിങ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ എക്സാമ്പിൾ ഒരുപാട് റൈറ്റ് വിങ് ഹിസ്റ്റോറിയൻസ് അവരൊക്കെ പറയാറുണ്ട്, ഗാന്ധി ഒന്നും ചെയ്തിട്ടല്ല ഇൻഡിപെൻഡൻസ് നമുക്ക് 1947 കിട്ടിയത്. നേവൽ മ്യൂട്ടിനി നടന്നിട്ട് ബ്രിട്ടീഷുകാരോ പട്ടാളക്കാർ മ്യൂട്ടിനി ചെയ്യുന്നുള്ള പേടിയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയതെന്നുള്ള ഇതുണ്ട്. Actually, naval mutiny mattered. Naval mutiny was an important element of those final years. പക്ഷേ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ലൈക്ക് സെയിങ്, ഇപ്പം 4-5 ബ്രദേഴ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സ് വന്നൊരു വീട് വെക്കുക, ഒരു പെര വെക്കുവാണ്. ഒരാൾ ഫൗണ്ടേഷൻ കെട്ടി, അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ ഭിത്തികളൊക്കെ കെട്ടി ഓടിനുള്ള ഫ്രെയിം ഉണ്ടാക്കി. പക്ഷേ അവസാനത്തെ ഒറ്റ ഓടിട്ട ആളാണ് വീട് പണിഞ്ഞെന്ന് പറയുന്ന പോലെ ഇത് വരുന്നത്. ഈ നേവൽ ഹിസ്റ്ററി കൊണ്ടാണ് നമുക്ക്, നേവൽ റിബല്യൻ കൊണ്ടാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെയല്ല, എവ്രിബഡി ഹാസ് ദെയർ റോൾ ടു പ്ലേ. യു ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ് in a complete sort of fashion. പക്ഷേ ഇന്ന് there is a tendency where you've already made up your mind. അതാണ് ഒരു പ്രോബ്ലം വരുന്നത്. that people have already decided based on political ideologies what they are willing to digest and what they are going to ignore. അതിൻ്റെ ബേസിസിൽ you will find new heroes and new villains. പക്ഷേ again, I think it's just a passing phase. Ultimately, good history will also always stand out for being good history. അത് soberly, even-handedly analyze ചെയ്താലേ നമുക്കൊരു good historical account എഴുതാൻ പറ്റത്തുള്ളൂ. എപ്പോഴും കുറച്ച് സബ്ജക്റ്റിവിറ്റി കാണും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, historians are not completely objective. Objectivity is something we aspire to, പക്ഷേ we can never be 100% objective. കാരണം നമ്മളും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടായി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് എവിടെയെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ no history is ever completely objective. പക്ഷേ you can tell the difference between historical accounts where the writer has looked at the evidence and reached a conclusion versus historical accounts where the writer already has a conclusion and then arranges the evidence around that. So I think you'll always be able to tell the difference between the two. And I don't think I'm a pessimist in the sense that ഇപ്പോഴത്തെ ഒരു ഫേസിൽ a certain type of reading of history has a lot of power. പക്ഷേ there's only so far that untruths can fly. All said and done, how much will you poker the fire? You can't. After a while, it will collapse like a house of cards. That's just the nature of the world. Thank you so much. നമുക്ക് ക്വസ്റ്റ്യൻ സമയമുണ്ടോ ഇനി? One more question I'll take. So, related to that last point that you made, so the pendulum seems to be swinging for Gandhi between, he's a god and he's a devil. There doesn't seem to be this fair take of a human being recognizing their flaws. So it's like the concept in fiction of an anti-hero, like Deadpool is a common anti-hero in American cinema. So is there anyone that has been accurately reflected in sort of this anti-hero style of like a leader among men and women, but who is human with flaws? I mean, are you specifically asking about Gandhi or in general? No, in general, because there seems to be this tendency, right? Like Martin Luther King is a god, but now the pendulum has swung to... I mean, I don't know about specific figures here, but I think in general, a good biography is one that actually humanizes the historical figure. A good biography is not something that will deify. A good biography is not something that will glamorize and unduly sort of celebrate a life. It will analyze and assess and give you an overall picture of the life. So in a good biography, you're going to find the warts as much as the achievements. You're going to find the good as much as the bad. You're going to find that these people were not superhuman. They were just human beings. And like all human beings, they're in multiple layers. Like in Gandhi's case, there was a time when he was in Africa, in South Africa, and he had a racist take when it came to blacks. And he wanted essentially Indians to have the same privileges as whites in that country, and not to be treated as blacks. But he himself later recognized
the mistakes of that era and sort of figured out that his initial take as a young man was actually wrong. And he had the capacity to acknowledge that in later life. And a good biographer would be able to talk about both elements, which is that Gandhi, so much for his fighting for Indians' rights in Africa, was not very nice when it came to thinking about Africans. Similarly, a good biography of Gandhi will tell you that Gandhi's take on caste was often problematic. He still wanted Hindu society to sort of move in the direction of a consolidation and saw caste-based activism as a little bit of a threat to that. And a good biography will talk about his very complicated relationship with Ambedkar and at a certain time an emotional blackmailing that he imposed on Ambedkar so that Ambedkar would back out from a certain political moment, etc. And it's okay for that. It's not as if we are here to worship Gandhi as a god. He was a great leader, but he was also a man, and that's fine. We can talk about it. There's even this whole question from a gender lens, right? Gandhi decided at the age of 36 that he was going to be celibate. And it's always struck me that, did he ever ask his wife if she wanted to be celibate? That's not something anybody ever thinks about. You can be a saint and you can say, I'm not going to maintain conjugal relations with my wife anymore. But what about her? She's also a mid-30s young woman who has her entire life ahead of her. Does she have an element of choice in it? It's tricky, right? But you can ask these questions without being malicious. You can ask these questions without being nasty. And you can ask these questions, as I said, out of curiosity and out of an interest in understanding the figure, as opposed to wanting to pull the figure down. So I'm not saying, for example, that, Gandhi was racist in South Africa, therefore he's a terrible person to talk about. No, he was still a great man. It's just that great men are also men. And we should have the maturity to be able to accept that. None of us are perfect, right? In our own lives, we've all made mistakes. We've all said things perhaps that we regret. We've all done things maybe that we regret. And if that's true of us as individuals, it's true of anybody, even if they're great historical figures. So I think good biographies will always give you a complete picture without over-glamorizing and over-celebrating historical figures. Thank you so much. Dry topic history itra cool ആയിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന മനു ഇനി ഒരു വരവോട് വരവേണ്ടി വരും. ചോദ്യങ്ങൾ ഇനി ബാക്കിയാണ്. Thank you so much. Thank you. And thank you, sir.